മാർച്ചും തുടർന്നുള്ള ധർണാസമരവും. ഈ ധർണാസമരം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരനുമായ അഡ്വക്കേറ്റ് MA ഭാഗീരഥ് HMLA ഉദ്ഘാടനം ചെയ്യും. ഒരു തട്ടിപ്പ് സൊസൈറ്റിയും അതിലെ ഭൂലോക തട്ടിപ്പുകാരനായ ഒരു വിജയദാസ്, ഇത് രണ്ടും അറിയാവുന്ന ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നിട്ട് പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിച്ച് അവിടെ പോയി ആ തട്ടിപ്പുകാരുമായി സംസാരിച്ച് ഇവിടെയുള്ള അമ്മമാരും സഹോദരിമാരെയും ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത നടപടിക്കെതിരായിട്ടാണ് ഈ സമരം. പോത്തൻകോട് ഇത്തരത്തിലൊരു സംരംഭം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ തട്ടിപ്പുണ്ടെന്നോ മറ്റൊന്നും നമുക്കറിയില്ല. കാരണം ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് സായിഗ്രാം ഡയറക്ടർ കൂടിയായ ആനന്ദ് കുമാർ സാറ്, രണ്ടാമത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കാണുന്നത് അന്നത്തെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ B. മുരളീധരനാണ്. ഞങ്ങളാരും ഫ്ലെക്സ് വയ്ക്കുകയോ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെയോ പഞ്ചായത്ത് പ്രസിഡൻ്റെ പേരിൽ ഫ്ലെക്സ് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഹൈബിയുടെ പേരിൽ ഫ്ലെക്സ്, KC വേണുഗോപാലിൻ്റെ പേരിൽ ഫ്ലെക്സ്, വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ ഫ്ലെക്സ് വെച്ചാണ് ആലപ്പുഴയിലും മറ്റുള്ള ജില്ലകളിലുമൊക്കെ ഈ പരിപാടി നടത്തിയത്. ഇതിൻ്റെ ഉദ്ഘാടകർ VD സതീശൻ, പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉൾപ്പെടെ ആയിരുന്നു. നൂറുകണക്കിന് സഹോദരിമാരെയാണ് ഈ വഞ്ചനയിലൂടെ ഇരയാക്കപ്പെട്ടത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുക. അതിനുപയോഗിച്ചത് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ കോൺഫറൻസ് ഹാളും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണത്. അതിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ ആ കമ്മിറ്റിയിൽ വന്ന് 18 ജനപ്രതിനിധികളും, അത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഇന്നിപ്പോൾ സമരം ചെയ്ത കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടുന്ന കമ്മിറ്റിയിലാണ് ഇവരെ വിളിച്ചു വരുത്തി അത് ബോധ്യപ്പെട്ട് ഇവിടെ ധാരാളം ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീൻ, കോഴിക്കോട് ഒക്കെ കൊടുത്തത്, സ്കൂട്ടർ ഒക്കെ കൊടുത്തത്. ഈ കള്ളന്മാർക്ക് കമ്മീഷനായി കിട്ടുന്ന 5000 രൂപ ആദ്യം കൊടുത്ത് സ്കൂട്ടർ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, ഇങ്ങനെ എത്ര പേരെയാണ് തട്ടിച്ചിരിക്കുന്നത്, പറ്റിച്ചിരിക്കുന്നത്. ആ ചതിയന്മാരുടെ ഗണത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടു. അതിനകത്ത് ഒരു 3-4 തയ്യൽ മെഷീൻ മേടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന തയ്യൽ കട വരെ പോത്തൻകോടുണ്ട്. പോത്തൻകോട് പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർക്ക് എല്ലാം സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് ജീവനക്കാരി NREGയുടെ ഒരു ജീവനക്കാരി സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അക്ഷയ സെൻ്ററുകൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോത്തൻകോട് അന്ന് SI ആയിരുന്ന രാജീവ് സാറിന് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്ക് സംശയമൊന്നുമില്ല. അതിലേക്ക് പോയ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജനകീയ സ്ഥാപനത്തെ അതിന് ദുർവിനിയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശം ഈ പഞ്ചായത്ത് പ്രസിഡന്റിനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് വഴി പഞ്ചായത്തിൽ അവരെ വിളിച്ചിരുത്തി അവരെ ആൾക്കാരെ വിളിച്ച് കൊടുത്ത ഇതിൽ ഭൂരിഭാഗം 97% പേർക്കും കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിലും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ സമര പരിപാടിയിൽ നിങ്ങളെ വിഷ്വൽ നോക്കിയാൽ മനസ്സിലാവും. പോത്തൻകോട് ഒരു ജനപ്രതിനിധി പോലും, പോത്തൻകോടിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി പോലും അവരും കൂടെ ചേർന്നിരുന്നെടുത്ത തീരുമാനം അവർക്കിതിൽ ചതിയില്ല, കളവില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി പോലും അതിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അഴിമതിയുടെ പങ്ക് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതിനോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും പങ്കിട്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. വിവിധ നേതാക്കന്മാർ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമായി CPM-നെയൊക്കെ തെറി പറയുന്നതിന് ഈ അവസരം മുതലെടുത്തു. കാരണം ഏരിയ സമ്മേളനം നടത്തുന്നത് ഇച്ഛാശക്തിയുള്ള പാർട്ടിയാണെന്ന് CPM എല്ലാവർക്കും അറിയാം. അത് ഏരിയ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി വന്നത് എങ്ങനെയെന്ന് എല്ലാവരും കണ്ടതാണ്. വളരെ ഭംഗിയായി ചിട്ടയോട് നടത്തിയതാണ്. അതിന് ഈ ഒരു അഴിമതിയിലൂടെ പൈസ കണ്ടെത്തിയെന്ന് പറയുന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. നാഷണൽ NGO എന്ന സംഘടനയുടെ കീഴിൽ പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും നൽകാമെന്ന് വാഗ്ദാനം നൽകി പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ പോത്തൻകോട് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോത്തൻകോട് പഞ്ചായത്തിലേക്ക് നടത്തിയ ധർണയിൽ നേരിയ സംഘർഷമുണ്ടായി. സർവോപരി പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്തൻകോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചും തുടർന്നുള്ള ധർണാസമരവും. ഈ ധർണാസമരം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരനുമായ അഡ്വക്കേറ്റ് MA ഭാഗീരഥ് HMLA ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ധർണാസമരത്തിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും മറ്റ് ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ
പോത്തൻകോട് പഞ്ചായത്തിന്റെ മുന്നിലേക്ക് സദക്ഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. മുൻ MLA MA വാഹിദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. നൂറുകണക്കിന് സഹോദരിമാരെയാണ് ഈ വഞ്ചനയിലൂടെ ഇരയാക്കപ്പെട്ടത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുക. അതിനുപയോഗിച്ചത് ഈ പഞ്ചായത്ത് ആഫീസിന്റെ കോൺഫറൻസ് ഹാളും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണത്. കല്ലിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദീപ്തി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സൊസൈറ്റിയും അതിലെ ഭൂലോക തട്ടിപ്പുകാരനായ ഒരു വിജയദാസ്, ഇത് രണ്ടും അറിയാവുന്ന ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നിട്ട് പഞ്ചായത്തിന്റെ വാഹനം ഉപയോഗിച്ച് അവിടെ പോയി ആ തട്ടിപ്പുകാരുമായി സംസാരിച്ച് ഇവിടെയുള്ള അമ്മമാരും സഹോദരിമാരെയും ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത നടപടിക്കെതിരായിട്ടാണ് ഈ സമരം. സ്വന്തം കുട്ടിക്ക് പഠിക്കാൻ പോകാൻ ഒരു 2 വീലർ കിട്ടുന്നത് പകുതി വിലയ്ക്ക് കിട്ടുമെങ്കിൽ അമ്മമാർ ഓടിയെത്തും, തർക്കമില്ല. അങ്ങനെ അമ്മമാരെയും സഹോദരിമാരെയും പറ്റിക്കെത്തിക്ക രീതിയിലുള്ള പ്രചരണമാണ് ഈ തട്ടിപ്പ് വീരന്മാർ നമ്മുടെ നാട്ടിൽ നടത്തിയത്. ആ തട്ടിപ്പിന്റെ ഇരയായി നമ്മുടെ ഈ പോത്തൻകോട്ടെ പാവപ്പെട്ട സാധാരണ അമ്മമാരും സഹോദരിമാരും എത്തി അവരുടെ കെട്ടുതാലിയാണ് പണയം വെച്ചത്. ഈ കള്ളന്മാർക്ക് കമ്മീഷനായി കിട്ടുന്ന 5000 രൂപ ആദ്യം കൊടുത്ത് സ്കൂട്ടർ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, ഇങ്ങനെ എത്ര പേരെയാണ് തട്ടിച്ചിരിക്കുന്നത്, പറ്റിച്ചിരിക്കുന്നത്. ആ ചതിയന്മാരുടെ ഗണത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പെട്ടു. അതിലേക്ക് പോയ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജനകീയ സ്ഥാപനത്തെ അതിന് ദുർവിനിയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശം ഈ പഞ്ചായത്ത് പ്രസിഡന്റിനില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഈ ആഫീസിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് മാനം മര്യാദയ്ക്ക് നല്ലത് എന്ന് പറയാനുള്ള മര്യാദയായ ഭാഷ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചതിക്കും വഞ്ചനയ്ക്കും ഈ ജനാധിപത്യ സ്ഥാപനത്തെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. അതിൽ ഒരു ഖേദവും കാണിക്കാതെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയാണ് ഈ ചതിയന്മാരും ആ വഞ്ചകരും മുഴുവനും നമ്മുടെ നാട്ടിൽ ഞെളിഞ്ഞ് നടക്കുകയാണ്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ ചതി നടത്തിയവരെ, വഞ്ചന നടത്തിയവരെ കയ്യാമും വെച്ച് പരസ്യമായി ഈ തെരുവീതിയിൽ കൂടി നടത്തി പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുവാൻ പോലീസ് തയ്യാറാകണം. അതെത്ര ഉന്നതനായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും അതിന് തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇനിയും ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. ഈ സഹന സമര പരിപാടി സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും അതിൻ്റെ പ്രസിഡന്റിനെയും പ്രസിഡന്റ് ശ്രീ അനസിനെയും അനുമോദിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സമുദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. എന്നാൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് അക്കമിട്ട് മറുപടി നൽകി. നമ്മുടെ കേരളം മുഴുവൻ ഒരു വിവാദമായിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പ് കേസാണ്. കോടികളുടെ തട്ടിപ്പ് കേസാണ് ഈ പറയുന്ന പകുതി വിലയ്ക്ക് വാഹനങ്ങൾ നൽകുക, ലാപ്ടോപ്പ് നൽകുക എന്നുള്ളതൊക്കെ. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സാറ് ഇതിനകത്ത് ആരോപണ വിധേയനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കേസിൽ ശരിക്കും അതിൻ്റെ വാസ്തവം എന്താണ്? ഇന്നിവിടെ കോൺഗ്രസ് നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം ഈ 4.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു വികസനത്തിനെതിരെ ഒരു സമരം ചെയ്യാൻ കോൺഗ്രസിനും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കോ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ കിട്ടിയ ഒരു ആയുധം അവർ രാഷ്ട്രീയ വിഷയത്തിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുകയായിരുന്നു. ഇന്നത്തെ സമരത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പോത്തൻകോട് ഇത്തരത്തിലൊരു സംരംഭം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇത് തട്ടിപ്പുണ്ടെന്നോ മറ്റൊന്നും നമുക്കറിയില്ല. കാരണം ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് സായിഗ്രാം ഡയറക്ടർ കൂടിയായ ആനന്ദ് കുമാർ സാറ്, രണ്ടാമത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കാണുന്നത് അന്നത്തെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കിതിൻ്റെ ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്
പാവപ്പെട്ട സഹോദരിമാർക്ക് ഇത്തരത്തിൽ കിട്ടട്ടെ. കാരണം കിട്ടട്ടെ എന്ന് വെച്ചാൽ ഞാൻ പഞ്ചായത്തിൽ പോയി ഈ പരിപാടി കാണുമ്പോൾ അവിടെ 10,000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അവിടെ തയ്യൽ മെഷീൻ യഥാക്രമം കൊടുക്കുന്നു, അപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കരുതി എൻ്റെ പഞ്ചായത്തിൽ പാവപ്പെട്ട സഹോദരിമാർക്കോ അമ്മമാർക്കോ കിട്ടുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് നല്ല ലക്ഷ്യത്തോടു കൂടി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംസാരിക്കുകയും അവിടുത്തെ ഈ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അവരുമായി സംസാരിക്കുകയും പഞ്ചായത്ത് ക്ഷണിക്കുകയും അതിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ ആ കമ്മിറ്റിയിൽ വന്ന് 18 ജനപ്രതിനിധികളും, അത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഇന്നിപ്പോൾ സമരം ചെയ്ത കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടുന്ന കമ്മിറ്റിയിലാണ് ഇവരെ വിളിച്ചു വരുത്തി അത് ബോധ്യപ്പെട്ട് ഇവിടെ ധാരാളം ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീൻ, കോഴിക്കോട് ഒക്കെ കൊടുത്തത്, സ്കൂട്ടർ ഒക്കെ കൊടുത്തത്. ഈ കഴിഞ്ഞ ഓണത്തിന് 10-30ഓളം സ്കൂട്ടറുകൾ നമ്മുടെ ഈ പഞ്ചായത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഇത് തട്ടിപ്പാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞങ്ങളൊരിക്കലും ചെയ്യില്ല. കാരണം എന്താ, അങ്ങനെ തട്ടിപ്പ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്, ഈ നാട്ടിൽ വളർന്നവനാണ്, ഈ നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ അതിൽ സുതാര്യമായി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ആൾക്കാർ വിളിച്ചുകൊണ്ട് നടപ്പാക്കിയത്. അതിനകത്ത് ഒരു 3-4 തയ്യൽ മെഷീൻ മേടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന തയ്യൽ കട വരെ പോത്തങ്കോടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഡിലേ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വിളിച്ചു വരുത്തി അത് അടിയന്തരമായി കൊടുക്കണമെന്ന് പറഞ്ഞു ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു 2 ആഴ്ച മുമ്പ് ടി വിയിലൂടെ കാണുന്നത് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നു പറയുമ്പോൾ ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചു. എന്നിട്ടും പുള്ളി പറഞ്ഞ് ഞാൻ ഏപ്രിൽ മാസത്തോടെ കൊടുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നതിൽ ബന്ധപ്പെട്ട് വണ്ടിയിൽ പേപ്പർ ശരിയാക്കുന്ന ബന്ധപ്പെട്ട് ഡിലേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് വഴി പഞ്ചായത്തിൽ അവരെ വിളിച്ചിരുത്തി അവരെ ആൾക്കാരെ വിളിച്ച് കൊടുത്ത ഇതിൽ ഭൂരിഭാഗം 97% പേർക്കും കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഓട്ടോറിക്ഷയും കാറും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, ഡൗട്ട് തോന്നി, വേണ്ട അത് പിന്നീട് ആലോചിക്കും, നിങ്ങൾ ആദ്യം മേടിച്ച് മൊത്തം കൊടുത്ത് തീർക്കുമെന്ന് പറയുകയും അവർ ഏകദേശം കൊടുത്ത് തീർക്കുകയും ചെയ്തു. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ കിട്ടാനുള്ളൂ. പക്ഷേ അതിന് ശേഷം പഞ്ചായത്തിൽ ഈ പദ്ധതി വീണ്ടും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പഞ്ചായത്തിൽ തന്നെയുള്ള കാട്ടായിക്കുളം വാർഡിലുള്ള ഒരുവാമൂലയിൽ ഒരു ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു തയ്യൽ പരിശീലന കേന്ദ്രം ആരംഭിച്ച് അവിടെ ആൾക്കാർ കൊണ്ട് പൈസ കൊടുത്തതെന്ന് ഞങ്ങൾ അറിയാതെയാണ്. മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് പോലും 10-30 പേരൊക്കെ അവിടേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകൾ, മാണിക്കൽ പഞ്ചായത്ത് ആയിക്കോട്ടെ, വെമ്പായം പഞ്ചായത്ത് ആയിക്കോട്ടെ, ഒക്കെ ആൾക്കാർ, മംഗളൂരു പഞ്ചായത്ത് ആയിക്കോട്ടെ, ആൾക്കാർക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തത് ഒന്നും ഞങ്ങളറിയാതെയാണ്. പഞ്ചായത്തിൽ കൊടുത്ത് ഏകദേശം പേർ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഈ തട്ടിപ്പ് നടന്നത് മറ്റുള്ള ചുള്ളിമാനൂരിൽ നിന്നും ഇതിലയിൽ നിന്നുമൊക്കെ ആൾക്കാർ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നൊക്കെ ആൾക്കാർ അവരെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുകയും പൂജപ്പുരയും ഒക്കെ അവരെ ഓഫീസുകൾ കൊണ്ട് പൈസ കൊടുക്കുകയും ചെയ്തു. പൂജപ്പുരയല്ല, ആയുർവേദ കോളേജിന് മുന്നിലുള്ള സിൻഡിക്കേറ്റ് ബാങ്ക്, അങ്ങനെ ബാങ്കിലൊക്കെ കൊണ്ട് പൈസ കൊടുക്കുകയും ചെയ്തു. ഇതിൽ പോത്തങ്കോട് പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർക്ക് എല്ലാം സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് ജീവനക്കാരി NREGയുടെ ഒരു ജീവനക്കാരി സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അക്ഷയ സെൻ്ററുകൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോത്തങ്കോട് അന്ന് SI ആയിരുന്ന രാജീവ് സാറിന് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്ക് സംശയമൊന്നുമില്ല, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയിലോട്ട് ഒരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിലോ ഭരണസമിതിക്കോ പോകാൻ കഴിയില്ല. പഞ്ചായത്തിൽ വിവിധ കക്ഷികളുമായി ആലോചിച്ചാണ് ജനങ്ങൾക്ക് വേണ്ടി സതുദ്ദേശത്തോടെ പദ്ധതി നടത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ഇന്ന് വന്ന ആക്ഷേപം രാഷ്ട്രീയമാണ്. അതിലും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈ സമര പരിപാടിയിൽ നിങ്ങളെ വിഷയം നോക്കിയാൽ മനസ്സിലാവും. പോത്തങ്കോട് ഒരു ജനപ്രതിനിധി പോലും, പോത്തങ്കോടിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി പോലും അവരും കൂടെ ചേർന്നിരുന്നെടുത്ത തീരുമാനം അവർക്കിതിൽ ചതിയില്ല, കളവില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി പോലും അതിൽ പങ്കെടുത്തിട്ടില്ല. ആ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അതിനകത്ത് പോത്തങ്കോട് പ്രദേശത്തുള്ള ആൾക്കാർ ബ്ലോക്ക് തല പരിപാടിയായിരുന്നു ഇവിടെ നടന്നത്. മംഗലാപുരത്തുനിന്നും അണ്ടൂർകുന്നൊക്കെ ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു. പക്ഷേ 50-ൽ താഴെ ആൾക്കാർ മാത്രമാണ് ഈ പ്രക്ഷോഭ പരിപാടിയിൽ അവർ പറയുന്ന രീതിക്ക് പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ അവർ കഴിഞ്ഞത്. പോത്തങ്കോട് ഭൂരിഭാഗം ആൾക്കാർ മാറി നിൽക്കുന്ന അവസ്ഥ. യൂത്ത് കോൺഗ്രസ്സുകാർ ഇല്ലായിരുന്നു അതിനകത്ത്, കോൺഗ്രസ്സുകാർ ഭൂരിഭാഗം ആൾക്കാരും ഇല്ലായിരുന്നു. കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടി നടത്തിയ സമരം. കാരണം അവർക്ക് ബോധ്യമുണ്ട് ഇതിനകത്ത് കളവില്ല, സത്യസന്ധമായി തന്നെ കാര്യം നടത്തിയെന്ന് ഉത്തമ ബോധ്യം കോൺഗ്രസ്സിലെ മറ്റുള്ള ആൾക്കാർക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൽ അവർക്ക് ഈ സമര പരിപാടിയിലോട്ട് പോയപ്പോഴും ആളിൻ്റെ ആ കുറവുണ്ടായി. ഞങ്ങൾ പേടിയില്ല. കാരണം എന്താ, ഇതിലൊരു തട്ടിപ്പ് നടത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അനുകൂലിക്കുന്നില്ല, അനുകൂലിച്ചിട്ടുമില്ല. പിന്നെ വിവിധ നേതാക്കന്മാർ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയമായി CPM-നെയൊക്കെ തെറി പറയുന്നതിന് ഈ അവസരം മുതലെടുത്തു. കാരണം
ഏരിയ സമ്മേളനം നടത്തുന്നത് ഇച്ഛാശക്തിയുള്ള പാർട്ടിയാണെന്ന് CPM എല്ലാവർക്കും അറിയാം. അത് ഏരിയ സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി വന്നത് എങ്ങനെയെന്ന് എല്ലാവരും കണ്ടതാണ്. വളരെ ഭംഗിയായി ചിട്ടയോട് നടത്തിയതാണ്. അതിന് ഈ ഒരു അഴിമതിയിലൂടെ പൈസ കണ്ടെത്തിയെന്ന് പറയുന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. കാരണം ഇതിൻ്റെ കേസിൽപ്പെട്ട് നിൽക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ വിവിധയിടങ്ങളിൽ ഫ്ലക്സുകൾ വെച്ചാണ് ഇതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത്. ഞങ്ങളാരും ഫ്ലക്സ് വയ്ക്കുകയോ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെയോ പഞ്ചായത്ത് പ്രസിഡന്റ് പേരിൽ ഫ്ലക്സ് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഹൈബിയുടെ പേരിൽ ഫ്ലക്സ്, KC വേണുഗോപാലിൻ്റെ പേരിൽ ഫ്ലക്സ്, വിവിധ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ ഫ്ലക്സ് വെച്ചാണ് ആലപ്പുഴയിലും മറ്റുള്ള ജില്ലകളിലുമൊക്കെ ഈ പരിപാടി നടത്തിയത്. ഇതിൻ്റെ ഉദ്ഘാടകർ VD സതീശൻ, പ്രതിപക്ഷ നേതാവായി VD സതീശൻ ഉൾപ്പെടെയായിരുന്നു. ഇതിൽ മറ്റേ ഞങ്ങൾ ആരും ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഇതിനകത്ത് വ്യക്തമായി പറയാൻ പറ്റും, ഇതിൻ്റെ നമുക്ക് വിശ്വാസ്യത ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ അത് പഞ്ചായത്ത് നിർത്തലാക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഓഫീസിൽ കൊണ്ട് കൊടുത്തവർക്ക് ആണ് ഭൂരിഭാഗം പേർക്കും പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തിൽ നിന്ന് അപ്പോൾ നഷ്ടപ്പെട്ട പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി അവരുമായി കോൺടാക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഞങ്ങൾ നേരത്തെ ഒരു പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ല. ആ പഞ്ചായത്തിൽ ഈ പരിപാടിയെ ബന്ധപ്പെട്ട് ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി പരിചയപ്പെട്ടു, അവരെ പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ചു, അവരെ വഴി കൊടുത്തു എന്നുള്ള സത്യമാണ്. അതിനകത്ത് ഒരു കമ്മീഷൻ പറ്റേണ്ട കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിക്കോ ഇല്ല. വളരെ സുതാര്യമായി തന്നെയാണ് കൊടുത്തത്. അതിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ 6 വയസ്സ് ഉള്ള ഒരു മകന് വേണ്ടിയിട്ട് പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് പോത്തങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഞാനും കൂടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മളെ നാട്ടുകാരുടെ ജാതി മത എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ നാട്ടുകാരെ ഒന്നിപ്പിച്ചുകൊണ്ട് 70 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ കഴിഞ്ഞൊരു പഞ്ചായത്താണ്. സാറേ, വേറൊരു ആരോപണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കെട്ടിടം തന്നെ ഇവിടുത്തെ ഹാള് എന്ന് ഈ പറയുന്ന ഈ വിവാദമായ സംഘടനയ്ക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ? കാരണം അവിടെ ഇത്തരത്തിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, കാരണം എങ്ങനെ വിശ്വസിക്കായിരിക്കും? ഇത് ഞാനാണ് ആദ്യം മുന്നേ പറഞ്ഞത്. കാരണം ഇതിൻ്റെ മുന്നിൽ നിന്ന് നിൽക്കുന്നത് സായിഗ്രാം ഡയറക്ടർ ആനന്ദകുമാർ സാർ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഒരു ചീഫ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ, ഇത്തരത്തിലുള്ള പ്രമുഖരായ ആൾക്കാർ ഇതിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നിയില്ല. കാരണം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവരെ വിളിച്ചിരുത്തി അവരെന്താണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് പഞ്ചായത്ത് മെമ്പർമാരെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ എനിക്കുണ്ട്. അത് അവരെ പഞ്ചായത്ത് മെമ്പർമാരെ ബോധ്യപ്പെടുത്തു. അതിനകത്ത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരെ വാർഡിലും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ വാർഡിലൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ആരും കൊടുക്കാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ഓഫീസിൽ വെച്ച് നടത്തി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് 97% പേർക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഇനിയിപ്പോൾ 6-7 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് സാർ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എനിക്കിതിനകത്ത് ഒരു ഞാൻ രാവിലെ 9:45 മണി വരെ ഞാൻ പഞ്ചായത്തുണ്ട്. ഇന്നും 9:45 മണി മുതൽ ഞാൻ പഞ്ചായത്തുണ്ടായിരുന്നു. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിലൊക്കെ ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം കൂടെയുള്ള കോൺഗ്രസിൻ്റെ, അതായത് പ്രതിപക്ഷത്തുള്ള മെമ്പർമാർ ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ? ഒരു കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇതിനെതിരെ ഇതുവരെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. വളരെ സുതാര്യമായ പദ്ധതി ആയിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പോത്തങ്കോട് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞത്. നമുക്ക് ഭംഗിയായി കൊടുക്കാൻ പറ്റി എന്ന് തന്നെയാണ് കോൺഗ്രസിലെ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രക്ഷോഭ പരിപാടികളിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ വിട്ടുനിന്നത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കെതിരെ ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇല്ല, പഞ്ചായത്ത് സെക്രട്ടറി അറിവോടുകൂടി എന്നല്ല കാരണം ഇത് ചെയ്യുന്നത്. കാരണം ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് പഞ്ചായത്തിനെ വലിച്ചയക്കുകയാണ്. ഇതിനകത്ത് ചെയ്തത് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി എന്നുള്ള അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ബാധ്യതയും ഇല്ല ഇതിനകത്ത്. കാരണം പഞ്ചായത്ത് ഹാൾ വിട്ടുകൊടുത്തു. ഇത്രയും അത് അവരെ ആരോപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു തീരുമാനപ്രകാരമാണല്ലോ പഞ്ചായത്തിൻ്റെ ഇത് കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് അതിനകത്തൊരു ഗൂഢാലോചന, നിങ്ങൾ തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം മുൻ MLA ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ പറയുന്നത്? മുൻ MLAയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നില്ലേ വെറുതെ. അതിനകത്ത് പഞ്ചായത്ത് ഹാള് ഇതുപോലത്തുള്ള ഒരു സുതാര്യമായ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് തെറ്റെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം വിവിധ സംഘടനകളൊക്കെ പരിപാടിക്ക് വരുമ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ഹാൾ വിട്ടുകൊടുക്കാറുണ്ട്. പഞ്ചായത്തിന് നേട്ടം, പഞ്ചായത്തിൻ്റെ ആൾക്കാർ, നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പഞ്ചായത്ത് വിട്ടുകൊടുത്തിട്ടുള്ളൂ. അത് പ്രകാരമാണ് ഈ പരിപാടിയും വിട്ടുകൊടുത്തത്. ഇവിടെ വച്ചല്ല, ഈ സാധനങ്ങൾ ഇഷ്യൂ ചെയ്ത് ഇവിടെ വച്ചല്ല, ആ സാധനങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.